മോദിയുടെ കടുത്ത വിമർശകരിൽ ഒരാളാണ് പരകാല പ്രഭാകരൻ. ഇദ്ദേഹം മോദി മന്ത്രിസഭയുടെ നെടുംതൂണുകളിലൊന്നായ ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് കൂടിയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് BJP അട്ടിമറിച്ചത് എന്നുള്ളതിൻ്റെ ചില തെളിവുകൾ സഹിതമാണ് പരകാല പ്രഭാകരൻ ഇപ്പോൾ BJPക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ BJP മാത്രമല്ല പ്രതിക്കൂട്ടിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് പരകാല പ്രഭാകരൻ. ബീഹാർ അത്ഭുതം ഡീകോഡ് ചെയ്യുന്നു എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി വിമർശനങ്ങൾ നടത്തുന്നത്. ചില ഗുരുതരമായ ചോദ്യങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. കമ്മീഷൻ്റെ ഔദ്യോഗിക രേഖകളും കണക്കുകളും അക്കമിട്ട് നിരത്തിയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. പരകാല പ്രഭാകരൻ ഉന്നയിച്ച പ്രധാന വാദങ്ങൾ ഇങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ പ്രകാരം പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ വലിയ അന്തരമുണ്ട്. നവംബർ 11 കണക്ക് പ്രകാരം മൊത്തം വോട്ടർമാർ 7,46,858 പോളിംഗ് ശതമാനം 67.13%. പോൾ ചെയ്തതായി കണക്കാക്കാവുന്ന വോട്ടുകൾ 5,29,880 വോട്ടുകൾ. എന്നാൽ 243 മണ്ഡലങ്ങളിലായി എണ്ണിയ വോട്ടുകൾ 5,02,07,553 വോട്ടുകളാണ്. ഇതിൽ വ്യത്യാസം വന്നിരിക്കുന്നത് 1,77,673 വോട്ടുകളാണ്. എണ്ണിയ ഈ വോട്ടുകളിൽ 1,77,673 അധികമായി വന്നത് എവിടെ നിന്നാണെന്നും എങ്ങനെയാണ് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്തോട് വെളിപ്പെടുത്തണമെന്നാണ് പരകാല പ്രഭാകരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർമാരുടെ എണ്ണത്തിൽ കമ്മീഷൻ പലതവണ മാറ്റം വരുത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സെപ്റ്റംബർ 30 വോട്ടർ പട്ടിക പുതുക്കലിന് ശേഷം ആകെ വോട്ടർമാർ ഏകദേശം 7.42 കോടി എന്നതാണ് കമ്മീഷൻ പറഞ്ഞത്. കൃത്യമായ സംഖ്യക്ക് പകരം എന്തുകൊണ്ടാണ് ഏകദേശം എന്ന കണക്ക് നൽകിയത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒക്ടോബർ 6 സർവീസ് വോട്ടർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സംഖ്യ 7,43,55,976 പുതുക്കി. നവംബർ 11 വോട്ടെടുപ്പിന് ശേഷം ആകെ വോട്ടർമാരുടെ എണ്ണം വീണ്ടും വർദ്ധിപ്പിച്ച് 7,45,26,858 കാണിച്ചു. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കമ്മീഷൻ്റെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം താഴെ പറയുന്ന ചില ചോദ്യങ്ങൾ കൂടി ഉന്നയിക്കുകയാണ്. പോൾ ചെയ്ത വോട്ടുകളുടെ കൃത്യമായ എണ്ണം സംസ്ഥാന അടിസ്ഥാനത്തിലും മണ്ഡലാടിസ്ഥാനത്തിലും പുറത്തുവിടാത്തത് എന്തുകൊണ്ടാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പോളിംഗ് ശതമാനം നൽകാൻ കഴിയുന്ന കമ്മീഷന് പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം വെളിപ്പെടുത്താൻ എന്താണ് തടസ്സമെന്നും ചോദിക്കുന്നു. ഇതൊരു സ്വാഭാവിക പിഴവാണോ, അതോ കഴിവുകേടോ, അതുമല്ലെങ്കിൽ അശ്രദ്ധയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ സഹായിക്കുവാനായി ബോധപൂർവം സൃഷ്ടിച്ച ഒരു പുകമറയാണോ എന്നും ഇദ്ദേഹം ചോദിക്കുകയാണ്. ഈ ക്രമക്കേടിലൂടെ നേട്ടമുണ്ടാക്കിയവർ ഇതൊന്നും അറിയാത്തവരാണോ എന്നും ജനങ്ങളുടെ ഹൃദയം കവർന്നാണ് തങ്ങൾ ജയിച്ചതെന്ന് അവർ സത്യമായും വിശ്വസിക്കുന്നുണ്ടോ എന്നും അദ്ദേഹം ഒരു പരിഹാസ രൂപേണയും ചോദിക്കുന്നുണ്ട്. 243 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ രേഖകളുടെ സ്ക്രീൻഷോട്ടുകൾ തൻ്റെ കൈവശമുണ്ടെന്നും പരകാല പ്രഭാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട്.